വെൽക്കം ടു ടാക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സർപ്രൈസ് ആയിട്ട് കളിയിലേക്ക് എത്തിയ ഇംഗ്ലണ്ടും അവരുടെ ഒപ്പം കളിച്ച് തോറ്റുപോയ നെതർലാൻഡിന്റെയും പോസ്റ്റ് മാച്ച് അനാലിസിസ് ആണ്. അപ്പോ വീഡിയോയിലേക്ക് സ്വാഗതം. ഫർസീൻ ആൻഡ് ഷാമിൽ. ഫർസീൻ, വളരെ സർപ്രൈസ് ആയിട്ടാണ് ഇംഗ്ലണ്ട് ഇത്രയും നന്നായി കളിക്കുന്നത്. ഫർസീൻ എങ്ങനെ കാണുന്നു ഇംഗ്ലണ്ടിന്റെ ബൈഫാർ കളി? സത്യം പറഞ്ഞത് അപ്രതീക്ഷിതമായി കിട്ടിയ സന്തോഷമാണ് ഈ സംഭവം. ഈ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നോക്ക് ഔട്ട്സിലെ കംബാക്കാണ് സ്റ്റാർട്ട് ചെയ്തത് സ്ലോവാക്യക്കുള്ള എതിരുള്ള ആ മാച്ചിലാണ് റെസിലിയൻസ് നമ്മളെ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഫസ്റ്റ് കണ്ടു തുടങ്ങിയത്. പിന്നെ അതിനുശേഷം സ്വിറ്റ്സർലാൻഡ് ടൂർണമെന്റ് ഏറ്റവും ബെസ്റ്റ് ഫുട്ബോൾ കളിച്ച ജർമ്മനിക്കും സ്പെയിനൊപ്പം കളിച്ച സ്വിറ്റ്സർലാൻഡിനെ ന്യൂട്രലൈസ് ചെയ്തപ്പോൾ തുടങ്ങിയതാണ് മുന്നേറ്റം. നമ്മൾ ബാക്ക് ത്രീ ഫോർമേഷൻ വന്ന ശേഷമാണ് ഒരു ബാലൻസ് സ്ക്വാഡ് ആയത്. പിന്നെ കോബി മൈനും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം നമുക്ക് നല്ല ഫുട്ബോൾ തന്നെയാണ് കളിക്കുന്നത്. വേൾഡ് ക്ലാസ് ഫുട്ബോൾ എന്ന് പറയാനില്ല, ഗുഡ് ഫുട്ബോൾ തന്നെ കളിക്കാൻ തുടങ്ങി. സൗത്ത് ഗേറ്റിന്റെ ഇത് 2018 വേൾഡ് കപ്പിന് ശേഷം ഏറ്റവും നൈസ് ഫുട്ബോൾ ആണ് പിന്നെ കാണാൻ സാധിച്ചത്. പിന്നെ ഈ കളിയിലാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആണ്, ഡിഫെൻസീവ്ലിയും മിഡ്ഫീൽഡിലാണെങ്കിലും. പിന്നെ കഴിഞ്ഞ വീഡിയോസ് ഡെത്ത് പറഞ്ഞ പോലെ തന്നെ ഫോർഡൻ ഫ്രീ റോള് കളിക്കാൻ തുടങ്ങിയപ്പോൾ ഫോർഡന്റെ ഫുൾ പൊട്ടൻഷ്യൽ ഫോർഡൻ യൂസ് ചെയ്യാൻ പറ്റി. അതേപോലെ ബെല്ലിംഗാമിനും അതേ ഫ്രീ റോൾ ആയതുകൊണ്ട് രണ്ടാൾ സ്വിച്ച് ചെയ്ത് കളിച്ചുകൊണ്ട് മാക്സിമം ചാൻസസ് ക്രിയേറ്റ് ആക്കാൻ പറ്റും. പക്ഷെ ഏറ്റവും പ്രശ്നം ഉണ്ടായത് ഹാരി കെയ്നായിരുന്നു. ബാക്കി പ്രീ ക്വാർട്ടറിലല്ലോ പുള്ളിയും അത്യാവശ്യം തന്നെ ഈ സെമി ഫൈനൽ നന്നായി കളിച്ചു. കാരണം മൊത്തത്തിൽ ഞാൻ പറഞ്ഞിട്ടേ ഇങ്ങനെ തട്ടിമുട്ടി ജയിക്കുകയാണെങ്കിൽ സെമി ഫൈനൽ എത്തണമെന്ന് പറഞ്ഞ് ഞാൻ അത് മാറ്റി പറയാണ്. കാരണം നന്നായി തന്നെ കളിക്കുന്നുണ്ട് ഇപ്പൊ ഇംഗ്ലണ്ട്. അതുകൊണ്ട് തന്നെ ഫൈനലിൽ സ്പെയിനിലെതിരെയാണ് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്, നല്ല കാര്യങ്ങൾ. ഈ കളി എടുത്തു പറയേണ്ടത് ഫോർഡന്റെയും മെയിനുവിന്റെ കോമ്പിനേഷൻസ് ആണ്. രണ്ട് വണ്ടർ കിഡ്സിന്റെ ഒന്ന് വേൾഡ് ക്ലാസ് പ്ലെയർ ഓൾറെഡി ഫോർഡൻ. മെയിനു ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ. പുള്ളി കുറെ ക്രിട്ടിക്സ് ഒക്കെ പറഞ്ഞു പുള്ളി യങ്ങാണ്, യമാലിനെ പോലെ തന്നെ. ഒരാൾ പറഞ്ഞു പുള്ളി സ്റ്റാർട്ട് ചെയ്യാനായിട്ടാ, കാരണം യങ്സ്റ്റർ അല്ല, ടീനേജർ അല്ല. പക്ഷെ അതെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് പുള്ളി മിഡ്ഫീൽഡ് ഡോമിനേറ്റ് ചെയ്തു. മിഡ്ഫീൽഡ് ഡോമിനേറ്റ് ചെയ്ത് മാത്രമല്ല ബോൾസ് ഒക്കെ എത്ര കൂളായിട്ടാണ് വിൻ ചെയ്തത്. അതീവൻ ഗ്യാക്പോനെതിരെ പോലും ഗ്യാക്പോനെ ഒന്ന് സ്ട്രിങ് വെച്ച് കൺട്രോൾ ചെയ്ത് പോലെയാണ് കളിച്ചത് മൈനു. അതുകൊണ്ട് അർണോൾഡിനെ മാറ്റി മൈനുവിനെ ഇട്ടത് 100% വർക്ക് ചെയ്ത് തന്നെ പറയാം. പിന്നെ ഫോർമേഷൻ ചേഞ്ച് ചെയ്തത് ഏറ്റവും ബെസ്റ്റ് സൗത്ത് ഗേറ്റിന്റെ ഡിസിഷൻ ആണ്. പിന്നെ ഇന്നലത്തെ എടുത്തു പറയേണ്ട കാര്യം സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഫാമറിനെയും വാട്കിൻസിനെയും ഇറക്കിയത്. ആ പ്ലേസിങ് പുള്ളിയുടെ ഈ നോക്ക് ഔട്ട്സുകളൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻസ് പക്കയായിരുന്നു. ടോണി ആയെങ്കിൽ ഇപ്പൊ വാട്കിൻസ് ആയെങ്കിൽ പാമറിന്റെ എല്ലാ മാച്ചസിലെ കറക്റ്റ് ടൈമിലുള്ള ഇൻട്രൊഡക്ഷൻസ് ആണെങ്കിലും എക്സ്ക്യൂസിറ്റ് ആയിരുന്നു. ഇപ്പൊ പുള്ളി പുള്ളി വെൽ ബാലൻസ് സ്ക്വാഡ് കൊണ്ട് പുള്ളിക്ക് അതിനനുസരിച്ച് ഫുട്ബോളും കളിക്കുന്നുണ്ട്. എക്സ്ട്രീംലി എന്റർടൈനിങ് ഫുട്ബോൾ അല്ലെങ്കിൽ പോലും ഇപ്പോ ഇംഗ്ലണ്ടിന് മരുഭൂമിയിൽ ചെയ്ത് പഴയ പോലെ നല്ല ഒരു ഫുട്ബോൾ തന്നെയാണ് നമുക്ക് കാഴ്ചവെക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഫൈനൽ ശുഭപ്രതീക്ഷ 100% വിജയം വിചാരിക്കും. ഇംഗ്ലണ്ടിന്റെ ഫോമായത് നമ്മൾ മാറ്റി നിർത്തിയാൽ നെതർലാൻഡിന് പിഴച്ചത് എവിടെയാണ്? കൊയ്മാൻ, അവിടെയാണ് നെതർലാൻഡ്സിന് പിഴച്ചത്. അത് ഞാൻ മുന്നത്തെ ടർക്കി ആയിട്ടുള്ള ഗെയിമിൽ പറഞ്ഞു. അതില് തട്ടിമുട്ടി ജയിച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞു. പിന്നെ അവർക്ക് നല്ല ക്രിയേറ്റർ ഉണ്ട്. ജാവി സിമൻസ് എന്ന് പറയുന്ന ക്രിയേറ്ററിന്റെ എബിലിറ്റിയും പിന്നെ ഗാക്പോ ആയിട്ട് ലിങ്ക് പ്ലേ അടിപൊളിയാണ് രണ്ടാളതും. അവർക്ക് അറ്റാക്ക് ആണ്. നമ്മൾ ആദ്യം ടൂർണമെന്റിൽ വരുമ്പോൾ എല്ലാവരും എഴുതി തള്ളിയ ഒരു സംഭവം ഒരു അറ്റാക്കറാണ്. ഇവരെ ക്ലബ് ലെവലിൽ നോക്കുകയാണെങ്കിൽ ജാവി സിമൻസിന്റെ മാത്രമേ പെർഫോമൻസ് നമുക്ക് ഒരു ഔട്ട്സ്റ്റാൻഡിങ്, പിന്നെ മാലനും ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയാനുള്ളത്. പക്ഷെ ബാക്കി ആൾക്കാരെ നോക്കിയാൽ അത്ര നോട്ട് സോ ഗുഡ് പെർഫോമൻസസ് അല്ലേ ക്ലബിലുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും അറ്റാക്കിനെ എഴുതി തള്ളിയ ടൈമില് ഏറ്റവും നന്നായിട്ട് ടൂർണമെന്റിൽ ഇവർക്ക് പിന്നെ ലൈക്ക് ഓണെ ടാക്ടിക്കൽ ബാലൻസ് ചെയ്യുമ്പോൾ അറ്റാക്കാണ് പിന്നെ നന്നായിട്ട് കളിച്ചത്. കാരണം ഡിഫൻസ് പല സ്ഥലത്തും പിഴച്ചിട്ടുണ്ട്. ആൻഡ് സ്കോട്ട്മാന്റെ പിന്നെ കൊയ്മാന്റെ സ്ക്വാഡ് സെലക്ഷൻ ആണ് ഏറ്റവും കൂടുതലൊരു പ്രശ്നമായി വന്നു. ഒന്ന് ഐസ്ക്രീം ഒന്നാണ്ടിക്കോ നീ പറഞ്ഞോ പ്രശ്നം, നീ ഒന്ന് കാണണ്ട. ചിരി വരുന്ന എന്താക്കാനാ. പിന്നെ കൊയ്മാന്റെ സ്ക്വാഡ് സെലക്ഷൻ ആണ് അവർക്ക് ഏറ്റവും കൂടുതലൊരു
എന്താ ഒരു ബാലൻസ്ഡ് ഇല്ലാത്ത പോലെ. ഡെപ്പായ് എന്ന് പറയുന്ന പ്ലെയറിനെ ഇവര് ശരിക്കും എന്ത് കണ്ടിട്ട് എടുക്കുന്നത് നമുക്ക് അറിയില്ല. കാരണം അത്ലറ്റിക്കോ അയാൾ സ്റ്റാർട്ടർ ഒന്നല്ല, ബെഞ്ച് വാമർ ആണ്, ഒരു ലേറ്റ് സബ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുള്ളൂ. പിന്നെ സ്ക്വാഡിന്റെ ഫ്ലെക്സിബിലിറ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരു പ്ലെയർ, കാരണം സ്ട്രൈക്കറിൽ അയാളെ ബെസ്റ്റ് പൊസിഷൻ ഒന്നല്ല. അയാൾ ഒരു ടീമിന് ഒരു ലയബിലിറ്റി ആണ്. പ്രത്യേകിച്ച് വലിയ യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ടൂർണമെന്റ് ത്രൂ ഔട്ട് നോക്കുകയാണെങ്കിൽ ബിഗ് ചാൻസസ് മിസ്സസിൽ അയാളെ പേരും ഉണ്ടാവും. ലൈക്ക് ഒരു ടോപ്പ് 5 ഉണ്ട് അയാൾ ഓൾറെഡി. അങ്ങനെ ഒരു പ്ലെയറിനെ സ്ട്രൈക്കറിൽ ഇട്ടിട്ട് എത്ര മാച്ചസ് 6 to 5 അല്ല 6 മാച്ചസ് അയാൾ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ എന്തുകൊണ്ടും കൊയ്മാന്റെ സ്ക്വാഡ് സെലക്ഷൻ പിഴച്ചിട്ടുണ്ട്. പിന്നെ അയാള് ടാക്ടിക്കൽ ജീനിയസ് എന്നൊക്കെ പണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് നെതർലാൻഡ്സിൽ ഒരു നല്ല റണ്ണ് കിട്ടിയ കാലത്ത്. പക്ഷെ ആളതൊന്നും അല്ല. ആസ് എ ബാർസ ഫാൻ ഐ ഹാവ് സീൻ ഹിസ് ഫുട്ബോൾ ആൻഡ് ഈസ് നോവർ നിയർ ടു ബി ദ ഗ്രേറ്റ് കോച്ച്. അയാൾ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് വേറെ ആരെങ്കിലും നെതർലാൻഡ്സ് ട്രൈ ചെയ്ത അവര് ഈ നെതർലാൻഡ് മാനേജർ തന്നെ വേണം എന്നുള്ള ഒരു ശാഠ്യം മാറ്റി വേറെ ആരെങ്കിലും ട്രൈ ചെയ്താൽ അവർക്ക് ഇതിലും നല്ല റിസൾട്ട്സ് കിട്ടും. അതാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ സ്ക്വാഡ് ഇപ്പൊ യങ് ആയിട്ടുള്ളവരും ഉണ്ട് ആൻഡ് ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള പ്ലേയേഴ്സും ഉണ്ട്. അവർക്ക് ഇനിയും ഫ്യൂച്ചർ ഉണ്ട്. ഒരു ഗ്ലോറി ഡേയ്സിലേക്കുള്ള സ്ക്വാഡ് ഉണ്ട് അവർക്ക്. സോ അത് റൈറ്റ്ഫുള്ളി യൂസ് ചെയ്യണം. അല്ലാണ്ട് ഇങ്ങനെ വെറുതെ റിജിഡ് ടാക്ടിക്സും റിജിഡ് ഫുട്ബോളും കളിച്ചിട്ട് അവരെവിടെ എത്തൂല. ദേ നീഡ് എ ട്രോഫി, ദേ ഡിസേർവ് എ ട്രോഫി, ലൈക്ക് എ കൺട്രി വിത്ത് ദാറ്റ് ടൈപ്പ് ഓഫ് പാഷൻ ടുവേർഡ്സ് ഫുട്ബോൾ. അവർക്കത് ഡിസേർവ് ചെയ്യുന്നത്. ഈ യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫാൻ ബേസ് ഉള്ള ടീം തന്നെയാണ് ഹോളണ്ട്. അപ്പോ ഷാമിലേക്ക് ഇനി വരികയായിരുന്നില്ല, എന്റർടൈൻമെന്റിന്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച ഒരു കളി തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു. ഈ യൂറോയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മാച്ച് ആയിരുന്നു നമ്മൾ കണ്ടത്. അപ്പോ ഷാമിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരുന്നു കളി? ഫസ്റ്റ് ഓഫ് ഓൾ സൗത്ത് ഗേറ്റിന്റെ തലക്ക് മുട്ടി വീണമെന്ന് തോന്നുന്നു. കാരണം മൂപ്പരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ കാണാത്തൊരു കാഴ്ചയുള്ള ഒരു ഫുട്ബോളാണ് ഇന്നലെ കളിച്ചത് ഇംഗ്ലണ്ട്. എസ്പെഷ്യലി ഡിഫെൻസീവ്ലി ആണെങ്കിലും മിഡ്ഫീൽഡിൽ കോബി മൈനു അതുപോലെ തന്നെ ഫിൽ ഫോർഡനൊക്കെ ഫ്രീ റോളിലൊക്കെ കളിക്കാൻ തുടങ്ങി. പിന്നെ വാറ്റ്കിൻസിനൊക്കെ ഹാഫിൽ കൊണ്ടുവന്ന് ലാസ്റ്റ് മിനിറ്റിലൊക്കെ ആകുമ്പോൾ കൊണ്ടുവന്നത് എന്തായാലും നല്ല രീതിക്ക് തന്നെ അവർക്ക് ഗുണം ചെയ്യുകയും ചെയ്ത്. പിന്നെ നെതർലാൻഡ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ ഊമന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ ഇങ്ങനെ കാണുന്നില്ല. അങ്ങേര് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പക്കായിരുന്നു. ഇപ്പോ സെക്കൻഡ് ഹാഫിൽ വേഗോസ്റ്റിനെ കൊണ്ടുവന്നതും കുറച്ചുകൂടെ എന്താ പറയാ ഹോൾഡ് അപ്പ് പ്ലേയിലൊക്കെ നല്ല രീതിക്ക് സപ്പോർട്ടീവ് ആയിരുന്നു വേഗോസ്റ്റൊക്കെ. പിന്നെ മിഡ്ഫീൽഡ് ഇംഗ്ലണ്ട് മിഡ്ഫീൽഡ് അവിടെ ടൈറ്റ് ആക്കിയപ്പോ നെതർലാൻഡ്സ് വീർമനെ കൊണ്ട് വന്ന് ആ ഒരു സ്ട്രൈക്കറിനെ മെംഫിസ് ഇപ്പൊ ഇഞ്ചുറി ആയി, അതിനുശേഷം വീർമനെ കൊണ്ടുവന്ന് മിഡ്ഫീൽഡ് കുറച്ചുകൂടെ ബാലൻസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ കുറെ ചാൻസുകൾ നെതർലാൻഡ്സിനും കിട്ടുന്നുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിലൊക്കെ. പിന്നെ ഇംഗ്ലണ്ട് ഓവറോൾ നല്ലൊരു കളിയാണ് കളിച്ചത്. ഇതുവരെയുള്ള ഇവരുടെ യൂറോയിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് ഇങ്ങനെ പറയേണ്ടി വരും. ആബ്സലൂട്ട്ലി. ഫർദീൻ ഇംഗ്ലണ്ടിന്റെ പോസിറ്റീവ് പറയുകയായിരുന്നു. അപ്പോ നെതർലാൻഡിന് പിഴച്ചത് എവിടെയാണ് ഫർദീൻ? നെതർലാൻഡ് സത്യം പറഞ്ഞാൽ ഇത്ര നന്നായി ഇംഗ്ലണ്ട് കളിക്കുന്ന എക്സ്പെക്ട് ചെയ്തില്ല നമുക്ക് തോന്നുന്നത്. കാരണം ഇംഗ്ലണ്ട് വെൽ ബാലൻസ്ഡ് ആയിരുന്നു. പൊസിഷൻ സ്വിച്ച് ആണെങ്കിലും ഇംഗ്ലണ്ടിന്റെ ലൈനപ്പിലുള്ള മാറ്റങ്ങളും സബ്സ്റ്റിറ്റ്യൂഷനിലുള്ള പക്കയായിട്ടുള്ള ഇടപെടലൊക്കെ നെതർലാൻഡ്സിന് വളരെ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു എന്ന് തോന്നുന്നു. തീർച്ചയായും. കാരണം ഇത്ര നന്നായി കളിക്കുന്ന, ഇത്ര നന്നായി സബ് ഒന്ന് പ്ലേസ് ചെയ്യുന്നവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് മിഡ്ഫീൽഡ് റൈസിന്റെ മിസ്റ്റേക്കിലാണ് ഗോൾ പോയെങ്കിൽ ആ മിസ്റ്റേക്കിന് ശേഷം പുള്ളി വേൾഡ് ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. റൈസും മൈനും. കാരണം മിഡ്ഫീൽഡിൽ ബോള് പോകുന്നില്ല, ലൂസ് ചെയ്യുന്നില്ല, ലൂസ് ബോൾസ് വരുന്നില്ല അവർക്ക് വിൻ ചെയ്യാൻ. കറക്റ്റ് പാസസ് ആണെങ്കിലും മൈനു ഒക്കെ പാസസ് പക്കയാണ്. 90% ആണ് പുള്ളിയുടെ ആക്യുറസി. അതും ഒരു സൈഡ് പാസ് ഒന്നല്ല, നല്ല പ്രോഗ്രസീവ് പാസസ് ആണ് പുള്ളി ഇടുന്നത്. അപ്പോ ബാക്ക് ത്രീ ആണെങ്കിൽ ഭയങ്കര സ്ട്രോങ്, വിങ് ബാക്സ് ആണെങ്കിൽ ഭയങ്കര സ്ട്രോങ്. വാക്കർ ഈ ടൂർണമെന്റിൽ റിലയബിലിറ്റി ആയ പ്ലെയർ. പക്ഷെ ഇന്നലെ വാക്കറിനെ എടുത്തു പറയണം, നല്ല മാർക്കോയിനെ പറ്റി പറയാനുണ്ട്. മാർക്കോയി ആണ് എടുത്തു പറയേണ്ടത്. മഗ്വയറിന്റെ പൊസിഷന് മഗ്വയറിനെക്കാളും കൂടുതൽ അപ്ഗ്രേഡേഷൻ തന്നൊരു
അങ്കോന്ന് യാണ് മഗ്വയറിന്റെ പൊസിഷൻ മാർക്ക് പോയിന്ന്, കാരണം എന്ത് അവിടെ ഇന്റർനാഷണൽ പൊസിഷൻ അവിടെ ഓൻ വന്നതിന് ശേഷം കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയി അവരുടെ ബാലൻസ്ഡ് ഡിഫൻസ്. ആയി മാർഗുവേ വന്ന ശേഷം. കാരണം എനിക്കൊന്ന് എനിക്കൊന്ന് ഇംഗ്ലണ്ടിന്റെ ബെസ്റ്റ് പ്ലെയർ യൂറോയിലത്തെ ബൈ ഫാർ എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ മാച്ചസിലും പുള്ളി എന്ത് പറയുന്ന സെറ്റ് പീസിലാണെങ്കിലും ഈവൻ ബെല്ലിംഗ്ഹാമിനെ അസിസ്റ്റ് ചെയ്ത പുള്ളിയാണ് ബൈസൈക്കിളിന്. പുള്ളി ഇപ്പൊ ലെഫ്റ്റ് സെന്റർ ബാക്ക് ആയിട്ടാണ് കളിച്ചത്. പുള്ളി ബാക്ക് ഫോറിലും കളിക്കും, ബാക്ക് ത്രീയിലും കംഫർട്ടബിൾ ആയിട്ട് എവിടെയും കളിക്കും. ഞാൻ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റിൽ, ടീം ഓഫ് ദ ടൂർണമെന്റിൽ വരാൻ ചാൻസുള്ള ഒരേ ഒരു പ്ലെയർ ഇംഗ്ലണ്ടിൽ മാർക്ക് ചെയ്യാണ്. പുള്ളി വളരെ സോളിഡ് ആയിരുന്നു. പുള്ളിക്ക് അത് മാത്രം നല്ല പാസിംഗ് എബിലിറ്റി ഉള്ള ഡിഫൻഡറും കൂടിയാണ് മാർക്ക് ഗായി. പിന്നെ നെതർലാൻഡ്സിന്റെ ഭാഗത്ത് വന്ന നെതർലാൻഡ്സിന് ആ മറ്റേ പെനാൽറ്റി വന്നതിന് ശേഷം ഇംഗ്ലണ്ട് ഫാൻ പറയാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ അത് ഒരിക്കലും പെനാൽറ്റി അല്ലായിരുന്നു. നെതർലാൻഡ്സിന് ഇംഗ്ലണ്ട് അല്ല, ഫസ്റ്റ് അത് ഓപ്പണായിട്ട് ലെജൻസ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇംഗ്ലണ്ടിലെ ലെജൻസ് എല്ലാവരും തന്നെ സമ്മതിച്ച പറഞ്ഞിട്ടുണ്ട്. കാര്യം അത് പെനാൽറ്റി പക്ഷെ അല്ലായിരുന്നു. കാരണം അത് ആർഷ് പെനാൽറ്റി ടേക്ക് ആണ്. അത് പക്ഷെ പെനാൽറ്റി യുഎഫയുടെ എന്തൊരു എവിടെ ഒരു ആർട്ടിക്കൽ കണ്ടതാണ്, യുഎഫയുടെ ഒരു റൂള് അല്ല പ്രകാരം കാരണം അല്ല ലെറ്ററൊക്കെ അത് ഹൈ ബോള് വെച്ചിട്ട് ഹൈ ഇത്, പക്ഷെ അതൊന്നും പെനാൽറ്റി അല്ല എനിക്ക് തോന്നുന്നത്. ഇത്ര കാലം അത് ഫുട്ബോൾ കണ്ട പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ അത് പെനാൽറ്റി അല്ല. അത് എനിക്ക് തോന്നുന്നത് ആ ഒരു സംഭവത്തോടെ നെതർലാൻഡ്സ് ഡൗൺ ആയി. അതിൽ പിന്നെ ഇംഗ്ലണ്ട് അപ്പർ ഹാൻഡ് കിട്ടി. പിന്നെ ഇംഗ്ലണ്ടിന്റെ റെസിലിയൻസ് ഈ ടൂർണമെന്റ് മൊത്തത്തില് കംബാക്ക് എടുത്താൽ ഒരു ഗോൾ വീണെങ്കിൽ ഒരു വിഷ്വൽ തിരിച്ചു വരും. അത് ഇതുവരെ ഇംഗ്ലണ്ട് 66 കഴിഞ്ഞിട്ട് ചരിത്രത്തിൽ ഇല്ലാത്ത സംഭവമാണ് അത്. ആ റെസിലിയൻസ് ആണ് കളിക്ക് തിരിച്ചു വരുന്നത്. ഇതൊക്കെ കൊണ്ട് പിന്നെ ഡീപ് ആസ് യൂഷ്വൽ ഡീപ് യൂസ്ലെസ് ആയിരുന്നു. പിന്നെ ഇന്നലെ ഗാക്പോനെ കംപ്ലീറ്റ്ലി വാക്കർ ന്യൂട്രലൈസ് ചെയ്തു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗാക്പോ ആയിരുന്നു ടാലിസ്മാൻ ഈ ടൂർണമെന്റ് മൊത്തം. പിന്നെയുള്ള ഷാവി സിമൺസും ഫസ്റ്റ് ചാൻസ് അല്ലാണ്ട് വേറെ ഒന്നും ഷാവി സിമൺസ് ചെയ്യാൻ പറ്റില്ല. വേർഗോസ്റ്റ് വന്ന ശേഷം കുറച്ച് പുള്ളി എന്തൊക്കെ കാണിച്ചു. വേർഗോസ്റ്റ് അത്ര ഹൈറ്റുള്ള എന്ത് പറഞ്ഞ ഒരു ലൈറ്റോസ് പോലത്തെ പ്ലെയറിന്റെ മാർക്ക് എന്ത് പറയുന്ന സെറ്റ് എന്ത് പറഞ്ഞ അനങ്ങാ ഒരു ഏരിയൽ ബോൾ മര്യാദക്ക് പുള്ളിയെ വിൻ ചെയ്യാൻ ശ്രമിച്ചില്ല. അത്ര ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടായി, മിസ് മാച്ച് ആയിട്ട്. അവിടെയാണ് മാർക്ക് ഗുയിന്റെ പോലുള്ള ഡിഫൻഡേഴ്സിന്റെ എന്താ പറയുന്നത് മേധാവിത്വം കാണുന്നത്. നമുക്കൊന്നും മെഗ്വയറിന്റെ ഒരു ആവശ്യം ഇല്ല എന്ന് തോന്നുന്നു ഇന്റർനാഷണൽ. മഗ്വയറും മാർഗോയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാല്, മാർഗോയ്ക്ക് കൂടുതലും പേസിയാണ്, അതായത് റിക്കവറി പേസ് ഉണ്ട്. പേസി മാത്രമല്ല അവയർനെസ് ഉണ്ട് പുള്ളിക്ക് ഭയങ്കര. കാരണം നല്ല അവയർനെസ്, ഹൈ ഐക്യൂ ഉള്ള വില്യം സാലിബ ഒക്കെ പോലെ നല്ല ഐക്യൂ ഉള്ള പ്ലെയർ ആണ് മാർക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് നെതർലാൻഡ്സിന്റെ എന്ത് പറയുന്ന കളിക്ക് വരുന്ന മുമ്പുള്ള ഇൻസൈറ്റ്സും എന്ത് പറയുന്ന എക്സ്പെക്ടേഷൻസ് എല്ലാം ഒന്നാണ് തച്ചൊടിക്കുന്ന ഒരു ഗെയിം ആയിരുന്നു ഇംഗ്ലണ്ട് ഭാഗത്തുണ്ടായത്. കോമനെ കംപ്ലീറ്റ് ബ്ലെയിം ചെയ്യാൻ കഴിയില്ല, കാരണം ഇംഗ്ലണ്ട് പ്ലേയേഴ്സ് അങ്ങനെയാണ് കളിച്ചത്. പിന്നെ അറിയാലോ ഫുള്ള് ഇഞ്ചറി ഇല്ല, ആണ്. കൂപ്പ് മൈനസ് ആണ് അല്ല അവർക്ക് മെയിൻ നോക്കിയാലും അങ്ങനെ തന്നെ കളിപ്പിക്കുന്നത്. അവർക്ക് പേക്കുന്നത് കൂടുതൽ ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകളിലാണ് കൂടുതലും അവർ ഗോൾ കഴിഞ്ഞത്. പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി ഇല്ലായ്മ. കാരണം മിഡ്ഫീൽഡിലുള്ളത് അവരുടെ ബെസ്റ്റ് പ്ലെയർ ഷൗട്ടൻ ഒക്കെയാണ്. ഷൗട്ടൻ വീർമൻ ഒക്കെ ലീഗിൽ പ്രൂവ് ചെയ്ത പ്ലേയേഴ്സ്. അതൊന്നും അടുത്തവരാണ്. ഗ്രാം ബർച്ചിന് ചാൻസ് ഒന്നും കൊടുത്തില്ല. കുപ്പർമെൻസ് പറഞ്ഞിട്ടൊരു പ്ലെയർ ഉണ്ട്, പുള്ളി ഡിറൂണ്. ഈ 3 പ്ലെയർ ആയിരുന്നു വേൾഡ് കപ്പിലെ മെയിൻ പ്ലെയേഴ്സ്. ആരാ? നെതർലാൻഡ്സിന്റെ 3 ക്വാളിറ്റി പാസിംഗ് എബിലിറ്റി ആണെങ്കിലും ഡിഫെൻസീവിലാണ് 3 പ്ലെയർ. ഇവ 3 പേരാണ്. ഇവ 3 പേരും ആകെ ഇന്നലെ സബിലുണ്ടായിനെ, ഡെലിക്റ്റ് സബിലുണ്ടായിനെ. ടൂർണമെന്റിൽ കുറെ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്, സ്ലോപ്പി മിസ്റ്റേക്സ്. എന്നിട്ടും അയാൾ ഡ്രോപ്പ് ചെയ്തിട്ടില്ല. അയാൾ ഇങ്ങനത്തെ സേഫ് ഫുട്ബോൾ കളിക്കാൻ നോക്കുന്നത്. ഡിലിക്റ്റിനൊക്കെ അത് വളരെ മോശം തീരുമാനം. പിന്നെ വാൻഡി വെനൊക്കെ ഒക്കെ മോശമുള്ള കളിക്കുന്നത്. ആ സെന്റർ ബാക്സ് മാറ്റിയറായി. ഈവൻ വാൻഡൈക്കിനെ പോലും ഡ്രോപ്പ് ചെയ്യേണ്ട കളി ഉണ്ടായിരുന്നു. പക്ഷെ വാൻഡൈക്ക് ക്യാപ്റ്റൻ അല്ല. ഓക്കെ, ഡിഫ്രൈനെ ഡ്രോപ്പ് ചെയ്ത് ഡിലിക്റ്റിന് ഇറക്കായിരുന്നു. പക്ഷെ മിഡ്ഫീൽഡ് ക്വാളിറ്റി ഇല്ലെങ്കിൽ പോയി. കാരണം മിഡ്ഫീൽഡാണ് ഇംഗ്ലണ്ടിനെ ഡോമിനേറ്റ് ചെയ്തത്. മിഡ്ഫീൽഡ് ഷൗട്ടൻ വീർമൻ വേഴ്സസ് റൈസ് മൈനോ, അതിൽ ക്വാളിറ്റി വ്യത്യാസം വളരെയധികം. അല്ല, എന്റെ ഒരു ഒപ്പീനിയനില് അവർ ഈ ടൂർണമെന്റിൽ വന്ന ഒരു പ്ലാൻ ഉണ്ടല്ലോ, ലൈക്ക് ഒരു ടാക്ടിക്കൽ പ്ലാൻ തന്നെ പാളിപ്പോയിട്ടുണ്ട്. അധികം ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ വന്നതാ. അവരെ സ്ക്വാഡിനനുസരിച്ചുള്ള ഒരു പ്ലാനിങ്ങേ അല്ല. ഒന്നാമത് എക്സ്പെക്ട് ചെയ്യാതെ ഫോർമേഷൻ ഒക്കെ മെയിൻ പ്ലേയേഴ്സ് സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. വാൻഗലിന്റെ സമയത്ത് കുറച്ച് കൂടുതൽ ഡിഫെൻസീവ്ലി പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു മാനേജറാണ്.
അയാളെ ഫ്ലെക്സിബിൾ സ്റ്റൈലും ആണ്. ഒക്കെ മാറ്റും. കൂമന് കുറച്ച് സെലക്റ്റീവ് പ്ലേയേഴ്സ് ഉണ്ട്. ആ പ്ലേയേഴ്സിലാണ് പുള്ളിക്ക് പറ്റുന്നില്ല. അതാണ് പ്രശ്നം. കൂമന് പ്ലാൻ ബി എന്ന് പറയുന്ന സംഗതി ഇല്ല. ഇല്ല അങ്ങനത്തെ ഒരു അതാണ് പ്രശ്നമുണ്ട്. അതാണ് മെയിൻ പ്രശ്നം. പ്ലാൻ ബി എന്ന് പറയുന്ന സംഭവം ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, അയാളാണ് ഇതിന്റെ ഈവൻ മെയിൻ പ്രശ്നം എന്നുള്ളത്. വയനാട്ടിലൊന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല. വയനാട്ടിലത്തെ എക്സ്പീരിയൻസ് ഒക്കെ യൂസ് ചെയ്യും. കാരണം അങ്ങനത്തെ വയനാട്ടിലത്തിന് അല്ല, ഇറക്കിയതായി. വയനാടിന്റെ ഇറങ്ങുന്ന കളി അട്ടർ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. സബായിട്ട് യൂസ് ചെയ്ത് വയനാടിന്റെ അയാൾ അല്ല, എന്നാലും ഇന്നലത്തെ പോലത്തെ ഒരു കളി മാത്രല്ല യൂസ് വേറെ നല്ല ചെയ്യായിരുന്നു വയനാട്. പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അല്ല, അതാ ഇപ്പൊ പറഞ്ഞത്. ഓക്കെ ആണെങ്കിലും ഡിറൂൺ ആണെങ്കിലും, പക്ഷെ അവർക്കൊക്കെ പരിക്കായി. ഇത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ ഇംഗ്ലണ്ട് ഫാൻസ് പോലും വിചാരിക്കാത്ത രീതിയിൽ അപ്രതീക്ഷിതമായ ഒരു അടിപൊളി മത്സരം കാഴ്ചവെച്ചാണ് ഇംഗ്ലണ്ട് ഫൈനലിലേക്ക് എത്തുന്നത്. ഫൈനലിനി സ്പെയിനോടാണ് മത്സരം. നന്നായി കളിക്കാൻ സാധിക്കട്ടെ. ഇറ്റ്സ് കമ്മിങ് ഹോം. കുറെ വർഷത്തിന് ശേഷം ശരിയാവട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഷാമിൽ, ഡെത്ത് ആൻഡ് ഫർദി.